വാർത്തകളിലേക്ക് വിശദമായി. ഇന്ന് ഒരു സിനിമ റിലീസ് ചെയ്ത ദിവസമാണ്. മഞ്ജു വാര്യറും റിമ കല്ലിങ്കലും ഒന്നിക്കുന്ന റാണി പത്മിനി തിയേറ്ററുകളിലെത്തി. ആഷിഖ് അബു സംവിധാനം ചെയ്ത ചിത്രത്തിന് ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. റാണി പത്മിനിയിലെ റാണിയായ റിമയും പത്മിനിയായ മഞ്ജു വാര്യറുമാണ് ഇന്ന് TV ന്യൂവിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. സൂപ്പറായ രണ്ട് പെൺകുട്ടികളെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. പെൺകുട്ടികൾ സൂപ്പർ അല്ലേന്ന് കേട്ടിട്ടാണ് വന്നത്. റിമ, മഞ്ജു, ഞാനിന്ന് രാവിലെ 10:30 ഷോ കണ്ടു. 2.5 മണിക്കൂറുള്ള ഒരു സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പം ശരിക്കും ഹിമാലയത്തിന്റെ താഴ്വരയിലൂടെ സഞ്ചരിച്ച് ഓരോ യാത്ര നമ്മളെ ഫ്രഷ് ആക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്ത് തോന്നി? നമ്മുടെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള ആദ്യ ലൈവ് ഇന്റർവ്യൂ ആണ്. സന്തോഷം, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം, ഒരുപാട് സന്തോഷം. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്, പുറത്തിറങ്ങിയപ്പോൾ തോന്നിയത് ശ്രീ VT ഭട്ടതിരിപ്പാടിനെയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയ അദ്ദേഹം. സാധാരണ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന പെൺകുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, നമ്മുടെ അമ്മൂമ്മമാരുണ്ട്. പല സ്വപ്നങ്ങളുണ്ട്, യാത്ര പോകാനുള്ള സ്വപ്നങ്ങളൊക്കെ താലോലിച്ച് കഴിയുന്ന അവർക്കൊരു ഊർജം പകരുന്നതാണ് റാണി പത്മിനിയും തോന്നിയിട്ടുണ്ട്. എന്താ മഞ്ജുനു? ശരിയാണ്, അത് യാത്ര ശരിയാണ്. മിനി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു യാത്ര ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഒരു മാനസികാവസ്ഥയെ, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ സിനിമയിൽ കൂടി നമ്മൾ മനോഹരമായിട്ട് പ്രേക്ഷകരിലേക്ക് ആ സന്ദേശം എത്തിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ ഞാനും വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. ഈ ഒരു യാത്ര ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോണത് ഈ ഭാഗത്തേക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ശാന്തതയും നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള, എത്ര സുന്ദരമാണ് ഈ നമ്മൾ ജീവിക്കുന്ന ഭൂമി, ഈ രാജ്യം എന്നൊക്കെ എനിക്ക് പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ യാത്രക്കിടയിൽ. റിമ, മഞ്ജുവിനൊപ്പമുള്ള ആദ്യ സിനിമയാണ്. മഞ്ജുവിനെ കുറിച്ച് നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ അഭിനയത്തിന് വന്ന് നിങ്ങൾ തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. നൃത്തത്തിലായാലും അഭിനയത്തിന്റെ കാര്യത്തിലായാലും ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് അഭിനയിച്ച താരങ്ങളാണ്. മഞ്ജുവിനെ പോലെ ഇത്രയും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു നടിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഐ വാസ് എക്സൈറ്റഡ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല. എനിക്ക് എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, പുതിയ കോമ്പിനേഷൻസ്. പിന്നെ അങ്ങനെ ഇപ്പൊ മഞ്ജു ചേച്ചീനെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മഞ്ജു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഷീസ് ഭയങ്കര കൂളാണ്. ചേച്ചിയുടെ എനർജി ഭയങ്കര, എന്താ പറയാ, എല്ലാരും ഓൾ ഇൻക്ലൂസീവ് ആണ്. ഒരിക്കലും ആരും മാറ്റി നിർത്തി അങ്ങനെ ഒന്നും അല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ് ഫോർ ഷുവർ. ഇപ്പൊ നമ്മളൊരു സ്ക്രീനിൽ നിൽക്കുമ്പോൾ, ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളുടെ എനർജിയും ആ ഗിവ് ആൻഡ് ടേക്കിലുമാണ് എല്ലാം ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നിന്ന് നമുക്ക് കറക്റ്റ് എനർജി അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും, ഇനി എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ ഒന്നും ആവില്ല. അപ്പോൾ ഐ തിങ്ക് ആ കറക്റ്റ് എനർജിയാണ് എനിക്ക് കിട്ടിയിരുന്നതെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചും എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു റിമയുടെ കൂടെ. ഞാനാണ് ആ ടീമിലേക്ക് കടന്നു വന്നൊരു പുതിയ അംഗം. ബാക്കി എല്ലാവരും വർഷങ്ങളായിട്ട് ഒരുമിച്ചുള്ളവരാണ്. അപ്പോൾ റിമയും അതെ, ആഷിഖായാലും ഇപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരായാലും എന്നെ അത്രയധികം ഒരു സേഫ്റ്റി, ഒരു കംഫർട്ട് ഫീലിംഗ് എനിക്ക് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത്, റിമ ആയാലും മഞ്ജു ആയാലും നമ്മൾ മത്സരിച്ച് അഭിനയിക്കാന്ന് പറയും. അതൊരു ആരോഗ്യകരമായ മത്സരമാകുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു ദൃശ്യ ഭംഗിക്കപ്പുറത്ത് ഒരു രണ്ട് സൂപ്പർ ആയിട്ടുള്ള പെൺകുട്ടികൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ മീൻ ആ ഒരു വാക്കിന്, ഈ മത്സരം എന്നുള്ള വാക്കിന് തന്നെ ഭയങ്കര ആരോഗ്യകരം കൊടുക്കുമ്പോ ഒത്തിരി ശക്തി, എന്നാൽ പോലും അതുപോലെ വേണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അന്തരീക്ഷവും ഒരു വേവ് ലെങ്ത്തും ഇപ്പോഴും അതെ. അപ്പൊ ഈ ഒരു യാത്രയുടെയും ഒക്കെ ഒരു ഭയങ്കര സന്തോഷം ഉള്ള ഒരു ആംബിയൻസ് ആയിരുന്നു. ഇതൊരു യാത്രാ ചിത്രം കൂടിയാണ്. അതിലെ ഒരു യാത്രയുണ്ട്, ആകാശത്തു കൂടി യാത്ര ചെയ്യുന്ന റിമ ആയാലും മഞ്ജു ആയാലും. അപ്പൊ നമുക്കത് കാണുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല റിയൽ ലൈഫിൽ. എനിക്ക് തോന്നുന്നു റിമയെ സംബന്ധിച്ചിടത്തോളം റിമ അത്തരം സാഹസ്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ചെയ്തിട്ടുണ്ട്. അപ്പം റിമയുടെ കണ്ണും നിറഞ്ഞിട്ടുണ്ട് ആ യാത്രയ്ക്കൊടുവിൽ. മഞ്ജുവിന്റെ കണ്ണിന്നും കണ്ണുനിർത്തലുകൾ വരുന്നുണ്ട്. അത് പക്ഷെ ഒരു കരച്ചിലല്ല, ഒരു എക്സൈറ്റ്മെന്റിന്റെ, ഇല്ലെങ്കിൽ നമ്മൾ സമാധാനത്തോടെയുള്ള ഒരു പ്രകൃതിയിലൂടെ രണ്ടാളുകൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുഖമാണ് ആ കണ്ണുനീരായിട്ട് വരുന്നത്. ആ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് മുഖത്ത് കണ്ടത്. അതിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം ഞാൻ
അതിന് ചെറിയൊരു തമാശ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഞാനൊക്കെ റെഡിയായി, ഇതൊക്കെ ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു മെന്റൽ പ്രിപ്പറേഷൻ വേണ്ടിയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാഹസികമായിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ പോണേ. അപ്പോൾ അത് കഴിഞ്ഞ് ഭയങ്കര ടെൻഷൻ, ബിൽഡപ്പ്, പ്രാർത്ഥനയും നാമമൊക്കെ ചൊല്ലി ഇങ്ങനെ റെഡി ആയിട്ട് നിന്നപ്പോൾ അപ്പോഴേക്കും എന്തോ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ട് ഭാഷയ്ക്ക് അനൗൺസ് ചെയ്തു, ഇന്ന് എടുക്കുന്നില്ല, നാളെ എടുക്കാം. അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ നിൽക്കുക, എന്താ പറഞ്ഞേ. എന്നിട്ട് അന്ന് വീട്ടിൽ അന്ന് ഉറക്കമില്ല, അന്ന് റൂമിൽ പോയിട്ട് ഇത് ആലോചിച്ചിട്ട്, കാരണം ബിൽഡപ്പ് വരെ എത്തിയല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വീണ്ടും അതേ ലൊക്കേഷനിൽ തിരിച്ചു വന്നിട്ട് വീണ്ടും, അപ്പോഴും എനിക്ക് അതേ ടെൻഷൻ തന്നെ, ഞാൻ ആ യാത്രയുടെ എന്താണെന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞൊരു ടേക്ക് ഓഫ് കഴിയുമ്പോ ഉള്ള ഒരു തുറക്കലുണ്ട് നമ്മള്. അയ്യോ, അതിന്റെ ശരിക്കുള്ള റിയാക്ഷൻ ആ സിനിമ ഇനി കാണാൻ പോകുന്നവർക്ക് അത് ഫസ്റ്റ് ടൈം ചെയ്യുന്നോണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നതിന്റെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. ആ ഫസ്റ്റ് ടൈം ചെയ്യുന്നതിന്റെ എക്സ്പ്രഷൻ വളരെ നാച്ചുറൽ ആയിട്ട് ഒന്ന് പറഞ്ഞു നോക്കണോ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ആ പേടി അങ്ങനെ എനിക്ക് അതങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തത് ക്യാമറയിൽ പതിയണം എന്ന് എനിക്കുണ്ടായിരുന്നു. എന്റെ ഭാഗം സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും നാച്ചുറൽ, എന്റെ ഉള്ളിലുള്ള അഭിനയം വേണ്ടി വന്നില്ല. അമിതാഭ് ബച്ചൻ വിശേഷിപ്പിച്ചത് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ്. ആ ആളാണ് പേടിച്ച കാര്യം ഇവിടുന്ന് പറയുന്നത്. അദ്ദേഹം കേൾക്കണ്ടല്ലോ. ശരിക്കും ഈ സിനിമ വേറൊന്നുമില്ല, ഇത് നമ്മളെ ഒരു ലെവൽ വിട്ട് പോവല്ലേ, ഇതിന് സൂപ്പർ സ്റ്റാർ അല്ല. ഈ സിനിമ പുറത്തിറങ്ങുമ്പോൾ 2 സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ, ഒരു സ്ത്രീപക്ഷ സിനിമയായിരിക്കും ആഷിഖ് കപൂർ എടുത്തതെന്നൊക്കെ ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീപക്ഷത്തിനപ്പുറത്ത്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനപ്പുറത്ത് ഇത് പുരുഷന്മാർ കൂടി കാണേണ്ട ഒരു സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ട്. അമ്മമാരുള്ള, ഭാര്യമാരുള്ള, പെൺകുട്ടികളുള്ള പുരുഷന്മാർ കാണേണ്ട സിനിമയാണെന്ന് അല്ലേ? അല്ല, ഞങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ ഉള്ള, നമുക്ക് ഗേൾ ഫ്രണ്ട്സ് ഉള്ള, ഭാര്യമാരുള്ള, എന്താ പറയുക, പെങ്ങന്മാരുള്ള അമ്മമാരും, നമ്മുടെ ലൈഫിൽ നമ്മളെ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട്, നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവും. അവരുടെ കൂടെ എല്ലാ ആണുങ്ങളും ഈ സിനിമ പോയി കാണണം. ഐ തിങ്ക് ഈ മൂവി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു ഡൈമെൻഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരിലെല്ലാവരിലും കാണാൻ കഴിഞ്ഞേക്കാം എന്ന് ഞാനത് ഡെഫിനറ്റ്ലി വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ അതിലൊരു സുപ്രധാനമായിട്ടുള്ളൊരു ഡയലോഗുണ്ട്. അതായത് അച്ചടക്കമുള്ള പെൺകുട്ടിയായിട്ട് വളർത്തി നീ കൊള്ളാന്ന് പറയും, പക്ഷെ അതൊരു വലിയ ട്രാപ്പാണ്. മഞ്ജു പറയുന്ന കഥാപാത്രം ചെയ്യുന്ന വേഷമാണ്, അതൊരു ട്രാപ്പാണ്. പക്ഷെ ചിറക് ഒതുക്കി വെക്കാനുള്ള പറയുന്ന ഒരു ട്രാപ്പാണെന്ന് എനിക്കൊന്ന് ഇത് കണ്ടിറങ്ങിയ ഒരുപാട് ആളുകൾക്ക് ഇപ്പം എനിക്കൊന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നുണ്ടാവും, ഭാര്യയോടായാലും മകളോടായാലും അമ്മയോടായാലും ഒന്ന് പോയി യാത്രയൊക്കെ ചെയ്തിട്ട് വരൂ അല്ലേ. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത കാര്യല്ലേ ഒരു യാത്ര പോവാന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ചെയ്യണം എന്നാണ് ഒരിക്കലെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു യാത്ര എന്നുള്ള രീതിയിൽ മാത്രമല്ല എന്ന് തോന്നുന്നു, അത് വളരെ കുറച്ചും കൂടി ജനറിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെന്ന് തോന്നുന്നു എനിക്ക്. എന്തൊരു കാര്യമാണെങ്കിലും ഐ തിങ്ക് ഇന്നത്തെ ഒരു വേൾഡിലാണ് അല്ലെങ്കിലും പോലും നമ്മൾ ഐ തിങ്ക് യു ഹാവ് ടു ഗോ ഗെറ്റ് ഇറ്റ് എന്നുള്ളൊരു ആ ഒരു സ്പിരിറ്റ് എല്ലാവർക്കും ഉണ്ടാവണം. അത് ആണായാലും പെണ്ണായാലും അതിലൊന്നൊരു വേർതിരിവില്ലാതെ ഐ തിങ്ക് യു ഹാവ് ടു സ്പ്രെഡ് യുവർ വിങ്സ് ആൻഡ് ഫ്ലൈ എന്നുള്ളതാണ്. പോകാം പറക്കാം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് റിമ. യാത്ര ചെയ്തില്ലെങ്കിലും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ് മഞ്ജു. പോയ യാത്രകളായാലും എന്തായാലും കുത്തിക്കുറിച്ച് വെച്ച് നല്ല ഹൃദയസ്പർശിയായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ആൾ കൂടിയാണ് മഞ്ജു. ഈ ഒരു ഹിമാലയൻ യാത്ര, 2 പേരും ചേർന്നുള്ള യാത്ര ഒരു പുസ്തക രൂപത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ, വായനക്കാർക്കായിട്ട്? പുസ്തകം എഴുതാനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓ യെസ്, ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, നാട്ടിൽ നിന്നാണ്, ഒറ്റപ്പാലത്തു നിന്നാണ്. പിന്നെ ചണ്ഡീഗഡ്, അവിടുന്ന് ഡൽഹി, പിന്നെ മണാലി, അവിടെ നിന്നാണ് ഈ ജിസ്പ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫൈനൽ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ എത്തണം. അതിൻ്റെ ഇടയിൽ ഒരുപാട് കണ്ടുമുട്ടിയ ആൾക്കാരുണ്ട്. നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുണ്ടായ തമാശകൾ, അല്ലാതെയുള്ള നമുക്ക് ഒരു സംഘർഷം അനുഭവപ്പെട്ട അനുഭവങ്ങൾ ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതിൽ. എല്ലാവരുടെയും ഒരു ടീം വർക്കും അങ്ങനെ അത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിത്രത്തിലെ ഒരു നാടൻ കഥാപാത്രമായിട്ട് മഞ്ജുവും ഇത്തിരി ബോൾഡായിട്ട് പത്മിനിയുടെ അളിയനായിട്ട് വരുന്ന റിമയ്ക്ക് മഞ്ജു ചേച്ചിയിൽ ഏറ്റവും ശ്രദ്ധിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട അഭിനയ മുഹൂർത്തങ്ങൾ ഏതാണ്? ഏതെങ്കിലും ഒന്ന് ഇത്രയും ടച്ചിങ് ആയിട്ട് തോന്നിയ? എനിക്ക് ഡെഫിനറ്റ്ലി ക്ലൈമാക്സ് ആണ്.
ബിക്കോസ് അതില് ഐ മീൻ അത് കണ്ടവർക്ക് അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അതെ, ക്ലൈമാക്സ് പറയല്ല, പക്ഷെ എന്നാലും അതിൽ ഡയലോഗ്സ് അല്ല ഒന്നും പറയേണ്ടത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ക്ലൈമാക്സിൽ വായിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞോ, ഇതാണോ ക്ലൈമാക്സ് എന്ന് ഇത്രയേ ഉള്ളൂ. ബിക്കോസ് ക്ലൈമാക്സിലാണല്ലോ കംപ്ലീറ്റ് ഡയലോഗ് വരിക സാധാരണ. അപ്പോൾ ഇതിങ്ങനെ ആയതുകൊണ്ട് തന്നെ വാട്ട് എവർ ഇത് എന്തൊക്കെ ആ സീനിൽ എക്സ്പ്രസ് ചെയ്യണോ, ആ സിനിമയിൽ എന്തൊക്കെ പറയുന്നോ, ഇതെല്ലാം ഒരു ബോഡി ലാംഗ്വേജിലൂടെയും വളരെ സട്ടിലായിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെയും പറയേണ്ട കാര്യമാണ്. സോ ഐ തിങ്ക് അതിന് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എന്താ പറയാ എക്സ്പെർട്ടീസ് അത് ക്യാരി ഓഫ് ചെയ്യാനായിട്ട്. മഞ്ജുവിന് എന്താ തോന്നിയ റിമയുടെ അഭിനയം? എനിക്ക് പണ്ട് റിമയുടെ സിനിമകൾ 22 FK ഒക്കെ ഞാൻ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് അതിനുശേഷം റിമയുടെ ഇതിൽ പറയുമ്പോൾ സില്ലി ആയിട്ട് തോന്നും, പക്ഷെ എനിക്കിതിൽ ഒരു ഷോട്ട് ഉണ്ട്. റിമയെ മറ്റേ ബാങ്കിൽ നിന്ന് 2 വാച്ച് സെക്യൂരിറ്റി ആൾക്കാർ പുറത്താക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പുറത്തേക്ക് നടന്നു വന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ പുറത്തൊരു നിൽപ്പുണ്ട്. എനിക്കത് എപ്പോൾ കാണുമ്പോഴും ഞാൻ ചിരിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിൽ റിമയുടെ പെർഫോമൻസ് ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നായകന്മാരില്ലാത്ത ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹീറോനെ വെക്കാത്ത ഒരു സിനിമയാണ്. പക്ഷെ ഈ സിനിമയിൽ ഒരു ഹീറോ ഉണ്ട്, ശ്രീ ആഷിഖ് അബു. തീർച്ചയായിട്ടും അത് ആഷിഖിന്റെ ഒരു സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമ എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞു പോകാൻ പറ്റില്ല. അത്രയ്ക്കും കൃത്യമായിട്ട് ഓരോ സീൻ, ഓരോ ഷോട്ട്, ഹിമാലയത്തിന്റെ ഭംഗി, ഇതൊക്കെ ഒരു സംവിധായകനെ ഉൾക്കൊണ്ടിട്ട് വെറുതെ ഭംഗി കാണിച്ചുകൊണ്ട് ഹിമാലയത്തിൽ പോയി ക്യാമറ വെച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ അതിൽ ആ കഥാപാത്രങ്ങളെ കൊണ്ടിരുത്തുമ്പോൾ ആ ഒരു വലിയൊരു വൈഡില് കുറെ കഥാപാത്രങ്ങൾ, ശ്രീനാഥ് ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ ഇരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അത് എടുത്തതെന്നാ തോന്നുന്നത്. മധു നീലകണ്ഠനെ ഓർക്കുന്നല്ലേ ഈ സമയത്ത്? സിനിമാറ്റോഗ്രാഫർ ആയാലും അതെ. ശ്യാം ആൻഡ് രവിശങ്കർ സ്ക്രിപ്റ്റ് എഴുതിയ ശ്യാമും രവിശങ്കറും ഉണ്ട്. ആ ഒരു ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമും ഉണ്ട് ആഷിഖിന്റെ കൂടെ. പിന്നെ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ആഷിഖിന്റെ ഒരു എന്താ പറയുക, ഒരു സെൻസിനെ നമുക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്ന ഒരു ആ ടൈറ്റിൽ സോങ്ങിൽ തന്നെയുണ്ട്. ഈ പെൺകുട്ടികളുടെ ഒരു ജീവിതം ചിത്രീകരിക്കുകയും അവർ വളർന്ന് ടീനേജിലേക്ക് കടന്നു, അവർ വലുതാവാൻ തുടങ്ങുന്നു എന്ന് കാണിക്കുന്ന ഒരു രീതിയുണ്ട് അതിൽ. അത് ആ ടൈറ്റിൽ സോങ് കണ്ടവർക്കറിയാം. അത്രയും ഒരു കാവ്യാത്മകമായിട്ട് വളരെ മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് ആഷിഖും ശ്യാമിന്റെയും ഒക്കെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇമാജിനേഷന്റെ ഔട്ട്കമാണ്. ഭയങ്കര അത് അത്രയും ആ ഒരു സെൻസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ആഷിഖിന്റെ സിനിമ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹം കൂടി ഇതിൽ നിറവേറി എനിക്ക്. പിന്നെ റാണി പത്മിനിനെ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സജിതാ മഠത്തിലായാലും ജിനുവിന്റെ വേഷമായാലും ഈവൻ നമ്മള് ശ്രീ കുതിരവട്ടം പപ്പു അദ്ദേഹത്തിനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ അതേ ശബ്ദവും മുഖം അതല്ല, പക്ഷെ ശബ്ദം അതുമായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം എനിക്ക് ഭയങ്കര സാമ്യം തോന്നിയിട്ടുണ്ട്. അവരെയൊക്കെ ഒന്നിച്ച് കൊണ്ടുവരാൻ ഒരു പടത്തിലൂടെ കഴിഞ്ഞതിലൊരു വലിയ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ശ്രിന്ദ ഒരൊറ്റ സീനിലേ ഉള്ളൂ, ഐ മീൻ 2 സീനിലേ ഉള്ളൂ ശ്രിന്ദ, പക്ഷെ വളരെ കൃത്യമായിട്ട് നാട്ടിൻപുറത്തെ ഒരു കുറച്ച് കുശുമ്പും എന്നാ കൂട്ടുകാരിയാണ്. അങ്ങനെയുള്ള ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ് ശ്രിന്ദ. ദിലീഷ് പോത്തൻ ഉണ്ട്. ഇന്ന് ഫസ്റ്റ് ഷോ നടക്കും ദിലീഷ് പോത്തന്റെ സീൻസിനൊക്കെ കയ്യടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും, മാധ്യമ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ദിലീഷിന്റെ വേഷം കാണുമ്പോൾ ചെയ്യുന്നതാണോ ഒരു സെൽഫ് ചെക്കിനുള്ള ഒരു ചെറിയ സാധനമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് റിമ കല്ലിങ്കൽ, മഞ്ജു വാര്യർ TV ന്യൂവിന്റെ അതിഥികളായി എത്തിയതിന്. നമ്മുടെ പ്രേക്ഷകരോട് ഇന്ന് തൊട്ട് ഇന്നത്തെ ലേറ്റ് നൈറ്റ് ഷോയ്ക്കും നാളെ രാവിലെയൊക്കെ ആയിട്ട് സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് രണ്ടുപേർക്കും കൂടി പറയാനുള്ളത്? സിനിമ കാണണം എന്നല്ല, തീർച്ചയായും കാണും എല്ലാവരും. അതെ, എനിക്ക് പറയാനുള്ളത് ഏറ്റവും എല്ലാം കൂടി വരൂ, പോകാം, പറക്കാം, അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ വാക്കുകളുടെ. ഇന്നലെ വരെ ഞങ്ങൾ രണ്ടുപേരും സിനിമ കാണണം എന്ന് പറയുമ്പോ ഇവർക്ക് വേറെ ഒരു സൈഡിൽ നിന്നുള്ള ഇൻപുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോ
ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. ഒരു രീതിയിലുമുള്ള ഒരു ചെറിയ രീതിയിൽ പോലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് എവറിബഡി അത്രയ്ക്കും സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നതും എല്ലാവരും പറഞ്ഞത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ മൂവി എന്നാണ്. അല്ലാതെ ഇന്നാൾ നന്നായില്ല എന്നുള്ളതിനേക്കാളും കൂടുതൽ എല്ലാവരും ആ പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഏറ്റവും കൂടുതൽ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് ഐ തിങ്ക് ദ ഹോൾ ടീം ഓഫ് റാണി പത്മിനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവർക്കും ആ എക്സ്പീരിയൻസ് വളരെ ആഴത്തിൽ കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഈ ദിവസം, ഇത് റിലീസായ ദിവസം തന്നെ ലൈവായിട്ട് റീമ കല്ലിങ്കലിനെയും മഞ്ജു വാര്യരെയും ഒന്നിച്ച് കിട്ടിയതിൽ സന്തോഷം. താങ്ക് യു.